ഹേ ഗൈസ്, ഇന്ന് എക്സാം സീരീസിന് ഒരല്പം പോസ് പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് സ്റ്റേറ്റ് ഫോറൻസിക് ലബോറട്ടറി വിസിറ്റ് ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗതതന്ത്രമാണ് ഞങ്ങൾക്കത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കോളേജിൽ നിന്ന് 9:30-ക്കാണ് ബസ് പുറപ്പെടുന്നത്. അപ്പോൾ അതിനു മുമ്പ് കിട്ടിയ സമയം കൊണ്ട് റെക്കോർഡ് എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും വന്നു കഴിഞ്ഞു. അവരൊക്കെ അവരുടേതായ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, സംസാരിക്കുന്നു. പെട്ടെന്ന് ഞങ്ങൾക്ക് പോകാനുള്ള സമയം. അപ്പോൾ ഞാൻ ബാഗൊക്കെ എടുത്ത് ഇങ്ങനെ പോവുകയാണ്. ഫോറൻസിക് സയൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, അതാണ് ഉദ്ദേശം. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ആരണ്യകത്തിൽ പുതിയ PGസിൻ്റെ ഇനാഗുറൽ ഫംഗ്ഷൻ നടക്കുന്നത് കണ്ടത്. സുന്ദരൻ സാറ് അവിടെ ഗസ്റ്റായിട്ടിരിക്കുന്നതും കണ്ടു. സാറിനെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. പിന്നീട് എല്ലാവരും പെട്ടെന്ന് തന്നെ ബസ്സിൽ കയറി. അപ്പോഴത്തേക്കും ഞങ്ങളുടെ കോർഡിനേറ്ററായിട്ടുള്ള രഞ്ജിത്ത് സാറ് വന്ന് അറ്റൻഡൻസ് എടുത്തു. അതിനുശേഷം എൻ്റെ ഫ്രണ്ട് സാറ അറ്റൻഡൻസ് എല്ലാം കറക്റ്റ് ആകണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് പ്രദീപങ്ങൾ ബസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. രഞ്ജിത്ത് സാറ് ഫോറൻസിക് സയൻസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ക്ലാസ്സിനെ കുറിച്ച് വലിയ ആശങ്കകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങോട്ട് വരാനുള്ള അങ്ങനെ അമ്പരചുംബികളായ കെട്ടിടങ്ങളെ മറികടന്നുകൊണ്ട് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള കേരള സ്റ്റേറ്റ് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലാണ് ഫോറൻസിക് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് ലക്ഷ്യമിട്ടുള്ള യാത്ര ഏകദേശം ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ ഡേ സ്കോളേഴ്സായിട്ടുള്ള ഫ്രണ്ട്സ് എല്ലാം ഓൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞു. HOD ഷീജ മാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് ബസ്സിൽ നിന്ന് പുറത്തിറക്കേണ്ട സമയവും ആയിരിക്കുന്നു. മനുഷ്യ സംസ്കാരത്തിനോളം തന്നെ പഴക്കമുണ്ട് കുറ്റകൃത്യങ്ങൾക്കും കുറ്റാന്വേഷണത്തിനും. കുറ്റാന്വേഷണം കുറ്റമറ്റതാക്കുന്നതിന് വേണ്ടി വിവിധ തരം ശാസ്ത്രശാഖകളെ ഉപയോഗപ്പെടുത്തി വരുന്നു. വിവിധ ശാസ്ത്രശാഖകൾ ഉൾപ്പെടുത്തി കുറ്റാന്വേഷണം നിർവഹിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട ശാസ്ത്രശാഖയാണ് കുറ്റാന്വേഷണ ശാസ്ത്രം അഥവാ ഫോറൻസിക് സയൻസ്. കുറ്റാന്വേഷണം നടന്നതായി പറയപ്പെടുന്ന സ്ഥലം സന്ദർശിക്കുന്ന കുറ്റാന്വേഷണ ശാസ്ത്രജ്ഞൻ സ്ഥലത്ത് ലഭ്യമാകുന്ന എല്ലാ ശാസ്ത്രീയമായ തെളിവുകളും ശേഖരിക്കുന്നു. പിന്നീട് ഈ തെളിവുകളെ ലബോറട്ടറികളിൽ വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. അവയിൽ നിന്നും ഉരുത്തിരിയുന്ന നിഗമനങ്ങൾ കുറ്റാന്വേഷണത്തെ വളരെയധികം സഹായിക്കുന്നു. ഈ തെളിവുകൾ കുറ്റാന്വേഷകൻ കോടതികളിൽ സമർപ്പിക്കുകയും കോടതിയിൽ നേരിട്ട് വിശദീകരിക്കുകയും ചെയ്യുന്നു. നീതി നിർവഹണത്തിന് ഇന്ന് ഒഴിവാക്കാനാവാത്തതാണ് ഫോറൻസിക് സയൻസ്. അങ്ങനെ രഞ്ജിത്ത് സാറിൻ്റെ നിർദ്ദേശാനുസരണം ഞങ്ങൾ ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ പോകുന്നത് സുനിത VV മാമാണ്. മാമിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെയാണ് ഇതിൽ കൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിന് കയറുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം ഗ്യാദർ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഇവിടെ ക്യാമറ ഒന്നും അലൗഡ് അല്ല. എന്നിരുന്നാലും ചെറിയ ചെറിയ പോർഷൻസ് മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഞങ്ങളുടെ പെർമിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ HOD ഷീജ മാമും അസിസ്റ്റൻറ്റ് പ്രൊഫസർ രഞ്ജിത്ത് സാറും കൂടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് പോയിരിക്കുകയാണ്. അവരും ആ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് അതിനുള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ക്യാമറ ഒന്നും അലൗഡ് അല്ല. അതായത് ക്ലാസ്സും കാര്യങ്ങളൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ഞങ്ങൾ ഇതാണ് കോൺഫറൻസ് ഹാളിലാണ് ഞങ്ങളുടെ ക്ലാസ് നടക്കുന്നത്. അപ്പം മാം ഞങ്ങൾക്ക് വേണ്ടി ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇവിടെ എനിക്കൊരു പ്ലേസ് കണ്ടുപിടിച്ചു. ഞാനവിടെ ഇരുന്നു. എൻ്റെ ഫ്രണ്ട് ഭാനുഗോപി, പിന്നെ സെബിൻ, എല്ലാവരും ഞങ്ങൾ 3 പേരും ഇരുന്നു. അപ്പോൾ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക്കിൻ്റെ ചരിത്രം, വിവിധ ശാഖകൾ, ഫോറൻസിക് ബാലിസ്റ്റിക്സ്, ആന്ത്രോപോമെട്രി, ഫോറൻസിക് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്,
അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളെക്കുറിച്ച് സുനിത മാം ഞങ്ങൾക്ക് വ്യക്തമായി തന്നെ പറഞ്ഞു തന്നു. ബേസിക് പ്രിൻസിപ്പിൾസ് യൂസ്ഡ് ഇൻ ഫോറൻസിക് സയൻസ്, സെർച്ച് മെത്തേഡ്, ചെയിൻ ഓഫ് കസ്റ്റഡി എന്നിവയെല്ലാം പറഞ്ഞപ്പോൾ ഞങ്ങൾക്കുണ്ടായ ആകാംക്ഷ വളരെയധികം. Out diamonds spout out, I say, here is the smell of the blood, still all the perfumes of Arabia will not sweeten this little hand. ഇത് വില്യം ഷേക്സ്പിയറിൻ്റെ വരികളാണ്. മാക്ബത്തിൽ അദ്ദേഹം പറയാൻ ശ്രമിച്ചതും ഇന്ന് ഫോറൻസിക് സയൻസിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒരേ കാര്യം തന്നെയാണ്. ക്ലാസ് വളരെ നന്നായിരുന്നു. അതിനുശേഷം ഞങ്ങളെല്ലാവരും പുറത്തേക്ക് വന്നു. ഓരോരുത്തരും അവരവരുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. വളരെ നല്ല ക്ലാസ്സുകൾ തന്നെയായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് അത് കാണാം. അതിനുശേഷം ഞങ്ങളെല്ലാവരും പുറത്തേക്ക് വന്നു. രഞ്ജിത്ത് സാറും സാറിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനുശേഷം ഞങ്ങളൊക്കെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ മറ്റു ഫ്രണ്ട്സും ഫോട്ടോ എടുക്കുന്നതൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തു. അങ്ങനെ എല്ലാവർക്കും സന്തോഷകരമായ ഒരു ദിവസം തന്നെയായിരുന്നു ഇത്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസം തന്നെയാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്ക് തന്നത്. അതിനുശേഷം ഡേ സ്കോളേഴ്സ് എല്ലാം അവരുടെ വീട്ടിലേക്ക് പോകുന്ന സമയമാണ്. അവരെല്ലാം പോയി. ഞങ്ങൾ ഹോസ്റ്റലേഴ്സ് ആയതുകൊണ്ട് ഞങ്ങളെ കോളേജ് ബസ്സിൽ കൊണ്ടുവരും. അങ്ങനെ ഞങ്ങൾ സമയമായപ്പോഴത്തേക്കും പുറത്തേക്ക് വരുവാണ്. എല്ലാവർക്കും ഹാപ്പി ഫേസ് തന്നെയാണ്. കാരണം നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. ഇങ്ങനെ ഒരു അവസരം നൽകിയ ഷീജ മാമിനും രഞ്ജിത്ത് സാറിനും ഞങ്ങളുടെ കോളേജിനും അതിലേറ്റവും ഉപരിയായി ഇങ്ങനെയൊരു അവസരം ഞങ്ങൾക്ക് വേണ്ടി തന്ന ഫോറൻസിക് ലബോറട്ടറിക്കും ഒരുപാട് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും പോവുകയാണ്. ക്ലാസ്മേറ്റ്സൊക്കെ വീട്ടിൽ പോകാനായിട്ട് റെഡിയായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ടാറ്റ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വണ്ടി കയറി യാത്ര ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.